അപ്പോൾ ഞാനിന്ന് പോകുന്നത് ഊട്ടിയിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മറക്കാതെ ബെല്ലൈക്കൻ, അതുപോലെ തന്നെ അവിടെ ഒരു ബെല്ലൈക്കൻ ഉണ്ടോ, സബ്സ്ക്രൈബും ചെയ്യണം, മറക്കരുത്. ഹൈ കൂട്ടുകാരെ, ഭയങ്കര വെയിലാണ് ഇവിടെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ കുറച്ച് റിസ്ക് ഉണ്ട്. നമുക്ക് നടന്നെന്തായാലും ആ പാലത്തിൽ കയറിയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ ഫഹിംപൂത്തിൽ നിൽക്കുന്നത്. എന്തായാലും ഞാൻ ആ പാലത്തിൽ കയറിയേ പറ്റത്തുള്ളൂ. ഞാൻ പോവുകയാണ് അങ്ങോട്ട്. ആ വിഷയം ഒന്ന് കണ്ടിട്ട് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഊട്ടിയിൽ വരാറുണ്ടല്ലേ? അപ്പോൾ ഒരു ഫ്രീ കിട്ടുകയാണെങ്കിൽ ഇറക്കുക. ഈ ഊട്ടിയിലൊന്ന് സന്ദർശനമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പണ്ടത്തെ ഊട്ടിയല്ല, ഇന്നത്തെ ഊട്ടി. അതാണ് എനിക്കിത് പറയാല്ലേ. ഊട്ടീനെ കുറച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കുറച്ച് നടക്കാനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു 19 മണിക്കൂർ നമുക്ക് അത്രയും ചിലവഴിക്കാം. അത്രയും സെറ്റാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അത് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഒരുപാട് കളർ വണ്ണം നല്ല അടിപൊളി പാലാണ്. അപ്പോൾ ആ പാലത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത് ആ പാലൊന്ന് കാണിച്ചു തരാമോ? ലോകത്തെ ഇപ്പോൾ ചൈനയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ എൻ്റെ മേലെ കൂടെ നടക്കാൻ ഭയങ്കര പേടിയായിരിക്കും. എന്നിട്ടാ ആ കാണുന്നട്ടാ പാലോ, ആ കാണുന്നതാണ് പാലം. നമസ്കാരം, ഞാനിവിടെ കുഴങ്ങിയെത്തിട്ടോ, കറങ്ങി തിരിഞ്ഞ് ഇതിനെ കുറിച്ച് പരുവായിട്ട്. ഇന്ന് നല്ലൊരു ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആ ഗാർഡൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അതാണ് ഗാർഡൻ. നമുക്ക് അതിലേക്ക് പോയാലോ? ഇപ്പോൾ ഞാൻ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറാം. വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്മാസ് കിച്ചൺ എന്ന് പറയുന്ന ഹോട്ടൽ ആരും കയറരുത്. അവിടുത്തെ ഭക്ഷണമൊക്കെ മോശമാണ്. നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന പോലെ അവിടെ കിട്ടുമെന്ന് വിചാരിച്ച ഞങ്ങൾ ഭക്ഷണം കഴിച്ച കയറിയപ്പോൾ സാദാ ചോറിനും സാമ്പാറിനും വെറും 60 രൂപയാണ്. പക്ഷേ മറ്റുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി റേറ്റ് കൂട്ടും. തൈരിന് വരെ വിലയാണ്. തൈരിന് ഒന്നിന് 10 രൂപയാണ് ഈടാക്കുന്നത്. ഈ സാമ്പാറിൽ സാമ്പാർ എന്ന് പറയുമ്പോൾ കഷ്ണങ്ങളുണ്ടാവും, പക്ഷേ ഈ സാമ്പാറിൽ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഹായ്, നമസ്കാരം. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നു. അതുവരെക്കും ബൈ. പിന്നെ മറക്കാതെ ബെല്ലൈക്കനും അതുപോലെ തന്നെ കമന്റും ഷെയർ ആക്കാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ്സ് അത് തീരെ മറക്കരുത്. അത് നല്ലൊരു പോയിന്റാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാക്കാം, ഷെയർ ആക്കാം, കമന്റ്.